സംസ്ഥാനത്ത് ലഹരിക്കടിമയാകുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വൻ വർധനവ്. എക്സൈസ് വിമുക്തി കേന്ദ്രങ്ങളിൽ ചികിത്സയ്ക്കെത്തുന്നത് ആയിരങ്ങൾ. 4 വർഷത്തിനിടെ വിമുക്തിയിൽ മാത്രം ചികിത്സ തേടിയത് 6781 കുട്ടികൾ. സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന അപകടകരമായ സാഹചര്യത്തിന്റെ നേർസാക്ഷ്യമാണ് എക്സൈസിന്റെ വിമുക്തി ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ വർഷാവർഷം ചികിത്സയ്ക്കെത്തുന്ന കുട്ടികളുടെ എണ്ണം. 2018 ആരംഭിച്ച വിമുക്തി കേന്ദ്രങ്ങളിൽ 2021 മുതലാണ് 18 വയസ്സിൽ താഴെയുള്ളവർക്കും ചികിത്സ നൽകി തുടങ്ങിയത്. 2021 681 കുട്ടികൾക്കാണ് വിവിധ വിമുക്തി കേന്ദ്രങ്ങളിൽ ചികിത്സ നൽകിയത്. 2022 അത് 1238 ഉയർന്നു. 2023 ചികിത്സ തേടിയത് 1982 കുട്ടികൾ. 2024 മാത്രം സംസ്ഥാനത്തെ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററുകളിൽ ചികിത്സയ്ക്കെത്തിയത് 2880 കുട്ടികൾ. 2021 മുതൽ 2024 വരെയുള്ള 4 വർഷം വിമുക്തി കേന്ദ്രങ്ങളിൽ ആകെ എത്തിയത് 6781 കുട്ടികൾ. പുറത്തുവന്ന കണക്കുകൾ എക്സൈസ് വകുപ്പിന് കീഴിലുള്ള വിമുക്തി കേന്ദ്രങ്ങളിൽ ചികിത്സയ്ക്കെത്തിയവരുടേത് മാത്രമാണ്. സ്വകാര്യ ആശുപത്രികൾ, ഡി അഡിക്ഷൻ സെന്ററുകൾ, മറ്റ് ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ എന്നിവയിലെ കണക്കുകൾ പുറത്തു വന്നാൽ ലഹരിമുക്തിക്കായി ചികിത്സ തേടുന്ന കുട്ടികളുടെ എണ്ണം 10,000 കടക്കും. ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളിൽ ചെറിയൊരു ശതമാനത്തെ മാത്രമാണ് തിരിച്ചറിയാനും ചികിത്സ നൽകാനും സാധിക്കുന്നത്. അതിനാൽ തന്നെ ലഹരിക്കടിമപ്പെട്ട കുട്ടികളുടെ യഥാർത്ഥ കണക്കുകൾ പേടിപ്പെടുത്തുന്നതായിരിക്കുമെന്നും ഉറപ്പ്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.